പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകമായ ഒരു ഒരു സാഹചര്യമുണ്ട് ആരോഗ്യ മേഖലയിൽ. അത് സർക്കാർ മേഖലയിലുള്ള ശക്തമായ ആരോഗ്യ സംവിധാനമാണ്. ഈ സംവിധാനമാണ് നമ്മുടെ ഇവിടെയുള്ള പലവിധ സാംക്രമിക രോഗങ്ങളും പകർന്ന സമയത്ത് നമുക്ക് സഹായകരമായത്. അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനും അതിന് ഉള്ള ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനുമൊക്കെ നമുക്ക് സഹായകമായത് ഈ ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ നമ്മൾ ചെയ്തത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ തലത്തിൽ ആശുപത്രികൾക്ക് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ തലത്തിലും പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരിക, നിരവധി ബെഡുകൾ കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ആ ഒരു സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു കടമയാണ് നിർവഹിച്ചത്. ഇതിനോടൊപ്പം ഉയർന്നു വരേണ്ട ഒന്നാണ് ആരോഗ്യരംഗത്തെ ഗവേഷണം എന്ന് പറയുന്നത്. അത് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുണ്ടാകുന്ന പ്രത്യേകതരം രോഗങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം രോഗങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുന്നതിന് ധാരാളമായിട്ടുള്ള ഡേറ്റ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യരംഗത്ത് തന്നെ നിരവധിയായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലോട്ടാണ് നമ്മൾ അടുത്ത ഘട്ടമായിട്ട് പോകേണ്ടത്. നമ്മൾ കേവലം ചികിത്സ എന്നതിനപ്പുറം നമ്മൾ പുതിയ ചികിത്സാ രീതികളും മരുന്നുകളും വികസിപ്പിച്ചെടുക്കുന്ന തലത്തിലോട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനം അതിൻ്റെ ബാക്ക് ബോണായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളാണ് പുതിയ മാനിഫെസ്റ്റോയിൽ നമ്മൾ ഇത്തവണ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ആരോഗ്യ ഗവേഷണ രംഗം കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതൊരു ഘട്ടം ഘട്ടമായി നടക്കേണ്ട പ്രവർത്തനങ്ങളാണ്. അതായത് നമുക്ക് ആരോഗ്യ ഗവേഷണം എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനങ്ങളുടെ വികസനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ആരോഗ്യ ഗവേഷണ രംഗത്തെയും ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ കൂടുതൽ എടുക്കുകയാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ രാജ്യത്ത് തന്നെ ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വൈറൽ അസുഖങ്ങൾ ഏറ്റവും സാധ്യത കൂടിയ പ്രദേശം എന്നുള്ള രീതിയിൽ കേരളത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിനും പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കുന്നതിനുമായിട്ട് ബയോ 360 എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ബയോ പാർക്കിലാണ് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതൊരു വലിയ നേട്ടമാണ്. ഈ ഒരു 10 വർഷത്തിനിടയിൽ നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ അത്തരം ഗവേഷണത്തിൽ അധിഷ്ഠിതമായ പുതിയ ചികിത്സാ രീതികളും മരുന്നുകളും ഒക്കെ വികസിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളാണ് പുതിയതായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലോട്ട് പോകുന്നതിനാണ് നമുക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അപ്പോൾ അതിനപ്പുറത്ത് നമ്മളൊരു ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മൾ ഈ കെട്ടിപ്പടുത്ത സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് പണം കൊയ്യുന്നതിന് അവസരം, അതായത് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലുള്ള ആശുപത്രികൾക്ക് അവസരം കൊടുക്കുന്ന ഒരു രീതിയായിരിക്കും, അതുകൊണ്ട് അല്ലെങ്കിൽ സംവിധാനമായിരിക്കും അതുകൊണ്ട് നിലയിൽ വരിക. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിർദ്ദേശം എന്ന് പറയുന്നത് തീർത്തും പ്രായോഗികമല്ലാത്ത ഒന്നാണ്.